രണ്ടാമനാവേണ്ടി വന്ന ഭീമന്റെ കണ്ണിലൂടെയുള്ള മഹാഭാരതം. ടി വാസുദേവൻ നായരുടെ മാസ്റ്റർ പീസ് രചന എന്നറിയപ്പെടുന്ന ഒരു നോവലാണ് രണ്ടാമൂഴം. 5 മക്കളിൽ രണ്ടാമനായ ഭീമന് എല്ലായ്പ്പോഴും അർജുനനോ യുധിഷ്ഠിരനോ കഴിഞ്ഞ് രണ്ടാമൂഴമേ ലഭിച്ചിരുന്നുള്ളൂ. രണ്ടാമൂഴത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗം എന്നത് കുരുക്ഷേത്ര യുദ്ധം തന്നെയാണ്. ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ വിജയിക്കുന്നത് പാണ്ഡവരാണ്. എന്നാൽ ആ വിജയത്തിൻ്റെ യഥാർത്ഥ സൃഷ്ടാവ് എന്നത് ഭീമസേനനാണ്. വലിയ പോരാട്ട വീര്യം പ്രകടിപ്പിച്ച കരുത്തിൻ്റെ ആയോധന സാമർഥ്യത്തിൻ്റെ അവസാന വാക്കായ ഭീമസേനൻ ഒടുവിൽ എല്ലായിടത്തും തിരസ്കൃതനാവുകയാണ്. ജീവിതത്തിലുടനീളം ഭീമൻ നേരിടുന്നത് ഇത്തരം ഒരു അവഗണനയും അർഹതയുണ്ടായിട്ടും അർഹിക്കുന്നതൊന്നും ലഭിക്കാത്ത ഒരു വേദനയാണ്. ഇതൊരു ഭീമസേനൻ്റെ മാത്രം അനുഭവമല്ല, അത് ലോകത്തുള്ള നിരവധി പേരുടെ അനുഭവങ്ങളാണ്. ഈ സമൂഹത്തിൽ അത്രയും കഴിവുണ്ടായിട്ടും അതൊന്നും അംഗീകരിക്കപ്പെടാതെ അവഗണിക്കപ്പെടുന്നവരുണ്ട്. അവരുടെയൊക്കെ ഒരു വേദനയാണ് ഭീമസേനനിലൂടെ ടി നമ്മളോട് പറയുന്നത്. എത്രയോ ചോദ്യങ്ങൾ ബാക്കി വെക്കുന്ന പ്രണയ കഥയാണ് രണ്ടാമൂഴം. കാതൽ ഇനി